ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് എനിക്ക് കെമിസ്ട്രി ലാബ്. അപ്പോൾ മോർണിംഗ് സെക്ഷനാണ് ലാബ്. അപ്പോൾ 9:30 ആകുമ്പോൾ ലാബ് തുടങ്ങും. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് എത്തണം. ഇപ്പോൾ 8:30 ആയി. ഞാൻ അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കുകയാണ്. ടൈട്രേഷൻ്റെ ഇക്വേഷൻസൊക്കെ എല്ലാം ഓക്കെ ആണ്, പക്ഷേ എങ്കിലും എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഇന്നലെ കുറേ ക്ലാസ്സൊക്കെ കണ്ടു, പിന്നെ മനസ്സിലാക്കി. പിന്നെ ലാബിൽ ചെയ്ത പോലെയൊക്കെ പോയി ചെയ്യണം. മോഡൽ എക്സാമിനും എനിക്ക് വലുതായിട്ട് എല്ലാം ചെയ്യാനൊന്നും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ പാക്ക് ചെയ്യുകയാണ്. ആദ്യം തന്നെ റെക്കോർഡ് എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ ഒരു റഫ് ബുക്ക് എടുക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു റഫ് ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാൽക്കുലേഷന് വേണ്ടി കാൽക്കുലേറ്റർ എടുത്ത് ടൈട്രേഷനിൽ കുറേ വാല്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ലാബ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ലാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കത്ര സാറ്റിസ്ഫൈഡ് അല്ല. കഴിഞ്ഞ കമ്പ്യൂട്ടർ ലാബിനെ അപേക്ഷിച്ച് ഒട്ടും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല കെമിസ്ട്രി ലാബ്. കാരണം എനിക്ക് കിട്ടിയ റിസൾട്ടൊന്നും വലിയ പ്രോപ്പർ ആയിരുന്നില്ല. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചാണ് റിസൾട്ട് എനിക്ക് കിട്ടിയത്. പിന്നെ ടൈട്രേഷൻ ആണ് രണ്ടാമത് ചെയ്തത്. ടൈട്രേഷൻ ഇതുപോലെ തന്നെ, പക്ഷേ എനിക്ക് ചെയ്തപ്പോൾ വാല്യൂസ് തിരിഞ്ഞു പോയി. അപ്പോൾ അങ്ങനൊരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അപ്പം അത് കുഴപ്പമില്ല, ടീച്ചർ അത് മാനേജ് ചെയ്ത് തന്നു. ടീച്ചർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇതുപോലെ തന്നെ തെറ്റിപ്പോയിട്ട് ഒന്നുകൂടെയൊക്കെ ചെയ്യിക്കുകയായിരുന്നു. അപ്പോൾ സാൾട്ട് അനാലിസിസ് എനിക്ക് കിട്ടിയത് അമോണിയം സൾഫേറ്റാണ്. അപ്പോൾ സൾഫേറ്റൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടി. പക്ഷേ കാറ്റോണിൻ്റെ കേസിൽ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയത്തിന് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ പോയില്ല. പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ടീച്ചർ കറക്റ്റ് ചെയ്ത് തന്നത്. പിന്നെ എനിക്ക് ടൈട്രേഷൻ ആണെങ്കിൽ KOH HCl ആയിരുന്നു. പ്രൊസീജിയറൊക്കെ ആദ്യം എഴുതി, അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ വാല്യൂസ് എടുക്കുമ്പോഴായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് കെമിസ്ട്രി ലാബ് കഴിഞ്ഞു, ഏത് ലാബായിരുന്നു എന്നൊക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.